ഹായോ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ആബിദ ബിൻ അബ്ദുസമദ്. ഞാൻ വന്നിട്ടുള്ളത് തൗഹീദ് നമുക്ക് മനസ്സിലുറപ്പിക്കാൻ, ഇഖ്ലാസ് സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോൾ എങ്ങനെ നമുക്ക് തൗഹീദ് മനസ്സിൽ ഉറപ്പിക്കാന്നുള്ള കുറിച്ച് പറയാനാണ്. അതിന് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് തൗഹീദ് എന്നാണ്. തൗഹീദ് എന്നത് ഒന്നാക്കുക, ഏകനായി കരുതുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇസ്ലാമില് തൗഹീദ് എന്നാൽ അള്ളാഹുവിനെ ആരാധനയിൽ, സ്വഭാവത്തിൽ, ഗുണങ്ങളിൽ, പേരുകളിൽ ഒക്കെ ഏകദൈവമായിട്ട് അംഗീകരിക്കുക. ഓക്കെ, അള്ളാഹിനെ നമ്മൾ ആരാധിക്കുമ്പോഴും നമ്മുടെ അള്ളാഹിന്റെ സ്വഭാവത്തില്, ഗുണങ്ങളില്, പേരുകളിലൊക്കെയും അള്ളാഹു ഏകനാണ്, ഒരുവനാണ്. അത് അംഗീകരിക്കുക. അപ്പം തൗഹീദിന് 3 പ്രധാന വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് തൗഹീദ് റുബൂബിയ്യ, അള്ളാഹു മാത്രമാണ് സൃഷ്ടാവും, ജീവൻ കൊടുക്കുന്നവനും മരണം നൽകുന്നവനും. മഴ, ആഹാരം, ആരോഗ്യം എല്ലാം അവന്റെ കൈവശമാണ്. അടുത്തതായി തൗഹീദുൽ ഉലൂഹിയ, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രം. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സദക്ക, ദുആ എല്ലാം അള്ളാഹുവിനായിട്ട് മാത്രം. അടുത്തതായിട്ട് തൗഹീദു അസ്മാഇ വസിഫാത്ത്, തൗഹീദു അസ്മാഇ വസിഫാത്ത്, അള്ളാഹുവിന് അവന്റെ മാത്രം പ്രത്യേകമായ പേരുകളും ഗുണങ്ങളും ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് അസ്സമദ്, അൽ അഹദ്, അർ റഹ്മാൻ. മനുഷ്യർക്കോ മറ്റൊരു സൃഷ്ടിക്കോ അവയെ നൽകാനാവില്ല. അസ്സമദ് എന്ന് നമുക്ക് മറ്റാരെയും വിളിക്കാൻ കഴിയില്ല. കാരണം അസ്സമദ് എന്ന് പറഞ്ഞാല് നിരാശ്രയൻ എന്നാണ്. എല്ലാവരും അവനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും, അവനിക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതിനാണ് അസ്വമദ് എന്ന് പറയുന്നത്. അതുപോലെ അൽ അഹദ്, ഒരുവൻ. അൽ അഹദ് എന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിശേഷിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു സംഭവം അള്ളാഹുവിന് മാത്രമാണ് അൽ അഹദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അർ റഹ്മാൻ എന്നത് പരമകാരുണികൻ, എല്ലാ നിലക്കും കാരണവാനാണ് എന്നത് അള്ളാഹുവിന് മാത്രം നൽകുന്ന ഗുണമാണ് അർ റഹ്മാൻ അർ റഹീം. അർ റഹ്മാൻ എന്ന് മറ്റൊരു സൃഷ്ടിക്കോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലോ നൽകാൻ പറ്റൂല. ഇനി നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിനെ തൗഹീദിന്റെ ഹൃദയം എന്നാണ് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയോട് പറയണം, നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അത് ഉലൂഹിയ തൗഹീദായി. അള്ളാഹു സമദ്, അവൻ പര്യാപ്തനാണ്, എല്ലാവരും ആശ്രയിക്കുന്നവനാണ്. അള്ളാഹു സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിനും പര്യാപ്തനാണ്, ബാക്കി എല്ലാവരും ആശ്രയിക്കുന്നതും അള്ളാഹുവിനെയാണ്. അതാണ് റുബൂബിയ തൗഹീദ്. പിന്നെ ലം യലിദ് വലം യൂലദ്, അവന് കുടുംബ ബന്ധമോ സന്തതിയോ ഒന്നുമില്ല. ഇതാണ് അസ്മാഇ വസിഫാത്ത്, തൗഹീദ് അസ്മാഇ വസിഫാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാത്രം പേരുകളും ഗുണങ്ങളും. ലം യലിദ് വലം യൂലദ്, അവന് കുടുംബ ബന്ധമോ മക്കളോ ഒന്നും ഇല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരുമില്ല. ഓക്കെ, വലം യകുല്ലഹു കുഫുവൻ അഹദ്, ഇതാണ് ഇതും അസ്മാഇ വസിഫാത്ത്. തൗഹീദ് ശക്തമാക്കാനുള്ള മാർഗങ്ങള് ഖുർആന് മനസ്സിലാക്കി ഓതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, ആയത്തുൽ കുർസി, ഇതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി തൗഹീദ് ശക്തമായി വരും.
അതുപോലെ ഉള്ള കാര്യമാണ് അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ ഉശ്രിക ബിക വ അൻ അഅലമു വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. യാ അള്ളാഹ്, അറിയാതെ ഞാൻ നിന്നോട് ശിർക്ക് ചെയ്താൽ ക്ഷമിക്കണം, അറിഞ്ഞാൽ സംരക്ഷിക്കണം. ഇതാണ് അതിന്റെ അർത്ഥം. ഇതുപോലെ നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. ഇപ്പൊ അറബിയിലല്ല മലയാളത്തിലാണ് വെച്ചാൽ മലയാളത്തിലും നമുക്ക് അള്ളാഹിനോട് പറയാൻ പറ്റും, അള്ളാഹുവേ ഞാൻ അറിയാതെ നിന്നോട് ശിർക്ക് ചെയ്താൽ എന്നോട് ക്ഷമിക്കണേ അള്ളാ, അറിഞ്ഞാല് സംരക്ഷിക്കണേ അള്ളാ, മാപ്പ് തരണേ അള്ളാന്ന് നമുക്ക് മലയാളത്തിലും അള്ളാഹിനോട് ദുആ ചെയ്യാം. പിന്നെ ഉള്ളത് അള്ളാഹുവിന്റെ 99 പേരുകൾ പഠിക്കാം. ഓരോ ദിവസവും ഓരോ പേര് മനസ്സിലാക്കി ദുആയിൽ ഉപയോഗപ്പെടുത്താം. ഉദാഹരണം, യാ റഹ്മാൻ, എന്റെ ഹൃദയം സമാധാനപ്പെടുത്തണം, അള്ളാഹു കാരുണ്യവാനാണ്. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ പേര് അർത്ഥം മനസ്സിലാക്കി അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പേര് ഹൃദയത്തിൽ ഓർപ്പിക്കാം. അപ്പോഴും നമ്മുടെ തൗഹീദ് വർദ്ധിക്കാൻ കാരണമാവും. ഷിർക്കിൽ നിന്ന് സംരക്ഷിക്കാം. ജ്യോതിഷം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷിർക്കിലേക്ക് ഉൾപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഉൾപ്പെടുന്ന സംശയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നൊക്കെ നമ്മളെ വിട്ടു നിൽക്കാം. നമുക്ക് അറിയാം, ചിലപ്പം ആ കാര്യം സംശയത്തിലായിരിക്കും. അത് ഷിർക്കാണോ അല്ലേന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കുക. കാരണം അത് ചെയ്തില്ല വെച്ചിട്ട് നമുക്കൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ചെയ്തതുകൊണ്ട് നമുക്ക് സ്വർഗം നഷ്ടപ്പെടാനുണ്ട്. അപ്പം ഈ നമ്മള് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെടുത്തും തെറ്റായിട്ട് വന്നു പോകുന്നതാവാം, അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്നതാവാം. അപ്പൊ അത് ഷിർക്കിലേക്ക് ബാധിക്കുന്നതാണോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാം. അത് നമ്മളെ തൗഹീദിനെ സംരക്ഷിക്കും. കാരണം എന്താ, ഷിർക്ക് പാടില്ല എന്ന് അള്ളാഹു പറയാൻ കാരണം എന്താ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാരും ഇന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്ന്, അല്ലേ? അള്ളാഹു സമതാണ്. അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല, എല്ലാരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഷിർക്ക് പാടില്ല, നിങ്ങൾ ഇന്നെയാണ് ആശ്രയിക്കേണ്ടത്, വേറെ ആരെയും ആശ്രയിക്കരുത് പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം, ദിനചര്യയിൽ അള്ളാഹുവിനെ ഓർക്കുക. ഭക്ഷണത്തിന് മുമ്പ് ബിസ്മില്ലാ, യാത്രയില് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്, ആയത്തുൽ കുർസി ഇതൊക്കെ ഓതുക. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ഓർക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, ഇപ്പം രാവിലെ എണീറ്റു ബിസ്മില്ലാ, ബിസ്മില്ലാ, പിന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. അത് എണീറ്റിട്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. പിന്നെ ശുചീകരണമൊക്കെ കഴിഞ്ഞാല് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ഇങ്ങനെ ഈ ഓരോ സമയത്തും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ, നമ്മൾ കുക്കിംഗ് ആണെന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഭക്ഷണം വിളമ്പുന്ന സമയത്ത്, ചെരുപ്പിടുന്ന സമയത്ത്, വസ്ത്രം ധരിക്കുന്ന സമയത്ത്, അത്തർ പൂശുന്ന സമയത്ത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, വണ്ടിയിലേക്ക് കയറുമ്പോൾ, ഇങ്ങനെ നമ്മളെ ലൈഫിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കാര്യത്തിനൊക്കെയും ബിസ്മി ചൊല്ലിയോണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് അള്ളാഹുവിനെ എപ്പോഴും ഓർത്തോർത്ത് ജീവിക്കാനുള്ള മാനസികാവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും അള്ളാഹു ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ബിസ്മില്ലാ, അള്ളാഹിന്റെ പേര് ചെയ്യാൻ തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ തുടങ്ങും. ചിലര് ബിസ്മില്ലാഹ് പറയും. ആ ബിസ്മില്ലാഹിന്റെ കൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂടി പറഞ്ഞാല് ഒരുപാട് കൂലി കിട്ടുന്നില്ലേ. അപ്പം അതിന് പിഷ്കാതിരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മള് ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കരിക്കാൻ വേണ്ടി പായ നിർത്തുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് ബിസ്മി ചെല്ലാന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ബിസ്മിയുടെ മാത്രം ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതിന് മാത്രമായിട്ട് ഒരു വീഡിയോ കാണേണ്ടി വരും. അപ്പം അത് നമ്മുടെ ബിസ്മില്ല ചെല്ലുന്നതും എല്ലാ കാര്യത്തിലും ബിസ്മില്ല കൊണ്ടുവരുന്നത് നമ്മുടെ തൗഹീദ് ഉറപ്പിക്കാൻ എളുപ്പമാക്കി തീർക്കും. പിന്നുള്ളത് അള്ളാഹുവിൽ മാത്രം ആശ്രയം വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തവക്കൽ ചെയ്യാം അള്ളാഹുവിൽ. നമുക്ക് പേടിയാണ്, വിഷമാണ്, സങ്കടമാണ്, ദേഷ്യാണ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല, സ്ട്രെസ്സാണ്, ഇങ്ങനെ എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിൽ മാത്രം ആശ്രയം വെക്കുക. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽനാ അൽഹംദുലില്ലാ. നമ്മളോട് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അൽഹംദുലില്ലാ കുല്ലു ഹാൽ, എല്ലാ സമയത്തും അൽഹംദുലില്ലാ പറയണേ. നമ്മളോട് സന്തോഷമായിരിക്കുമ്പോൾ മാത്രം അൽഹംദുലില്ലാ പറയാനല്ല പറഞ്ഞത്. ദേഷ്യമായിരിക്കുമ്പോഴും ഇഷ്ടമായിരിക്കുമ്പോഴും സന്തോഷമായിരിക്കുമ്പോഴും സങ്കടമായിരിക്കുമ്പോഴും നമുക്ക് എന്ത് ഫീൽ ആണെന്നുണ്ടെങ്കിലും അൽഹംദുലില്ലാ കുല്ലു ഹാൽ, എല്ലാ കാര്യത്തിലും എല്ലാ സമയത്തും അൽഹംദുലില്ലാ പറയണം. അല്ലേ? ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽനാ. എനിക്ക് അള്ളാഹ് മതി, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മൾ എപ്പോഴും 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 മനസ്സിൽ വെക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു കാര്യമാണ് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ അലൈഹി തവക്കൽനാ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നമുക്ക് ദിവസം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ തൗഹീദിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് നോക്കാം. ഒന്ന്, ദിവസേന ഒരു 10 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, അർത്ഥ സഹിതം. ഈസിയാണ്, സിമ്പിൾ ആണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക. അവൻ ഏകനാണ്, ഒരുവനാണ്. അല്ലാഹു സമദ്, അവൻ നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കില്ല, എല്ലാവരും അള്ളാഹിനെ ആശ്രയിക്കുന്നതാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു 10 തവണയെങ്കിലും ഡെയിലി മനസ്സറിഞ്ഞ് അർത്ഥം അറിഞ്ഞ് ഓതാൻ ശ്രമിക്കാം. ഓരോ ദിവസവും ഓരോ പേര് വെച്ചുകൊണ്ട് അള്ളാന്റെ പേര് വെച്ചുകൊണ്ട് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാം. അള്ളാഹുവിന്റെ ഒരു പേര് പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കും. ഇപ്പം യാ അർ റഹ്മാൻ, നമുക്ക് കരുണ കാണിക്കുന്നവന്. നമ്മളും മറ്റുള്ളവർക്ക് കരുണ കാണിക്കാം. അതുപോലെ അർ റഹീം, അതും കരുണ കാണിക്കുന്നതാണ്. നമുക്ക് ദുആ ചെയ്യാൻ പറ്റും. മറ്റുള്ളവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്, ചിരിക്കുന്നത്, സദക്ക ചെയ്യുന്നത് ഒക്കെ. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. അതുപോലെ ഈ ഇപ്പം അള്ളാഹു സമദ്, അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു. അപ്പൊ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലൊക്കെ ആശ്രയിക്കുന്ന ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം അത് ഫാമിലിയിലാണെന്ന് വെച്ചാല് മക്കളാവാം, ഹസ്ബൻഡ് ആവാം, അല്ലെ? നമ്മൾ ചെറിയ കാര്യം അള്ളാന്റെ അതുപോലെ തന്നെ അല്ലെങ്കിലും നമ്മളെ ജീവിതത്തിലും അള്ളാന്റെ വിശേഷണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അത് നമുക്ക് ഹിദായത്തിനെ വർദ്ധിപ്പിക്കും, തൗഹീദിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓക്കെ. പിന്നെ ഉള്ളത് യാ അഹദ്, യാ സമദ്. ഹൃദയം നിന്നിൽ മാത്രം ഓർപ്പിക്കണേ. ഈ ദുആ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. യാ അഹദ് യാ സമദ്, എന്റെ ഹൃദയം നിന്നിൽ മാത്രം ഓർപ്പിക്കണേ. അള്ളാഹുവിന്റെ മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം നിറയ്ക്കണം. എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അള്ളാഹു മാത്രം മതിയാവും എന്ന് ഹൃദയത്തിൽ ഓർപ്പിക്കാം. ആര് സഹായിച്ചില്ലെങ്കിലും എന്നെ അള്ളാഹ് സഹായിക്കും എന്ന ആ ഒരു ഉറപ്പാണ് തൗഹീദ് എന്ന് പറയുന്നത്.
നമുക്ക് അവര് തരാന്ന് വരും, അല്ലെങ്കിൽ വരുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അവര് സഹായിക്കുന്നു വിചാരിച്ചു. അവര് സഹായിച്ചില്ലല്ലോ, വേണ്ട, അള്ളാഹു മതി. എനിക്ക് അള്ളാഹു മാത്രം മതി. ഹസ്ബുന അള്ളാഹു അനിമൽ വക്കീൽ അലി തവക്കൽ. എനിക്ക് അള്ളാഹു മതി. അവന് എല്ലാത്തിനും കഴിവുള്ളതാണ്. ഇത് എപ്പോഴും ഹൃദയത്തിൽ ഓർപ്പിക്കാം. ഒന്നും കൂടി പറയണേ, ദിവസേന 10 പ്രാവശ്യം ഇഖ്ലാസ് ഓതുക. ഓരോ ദിവസവും അള്ളാഹിന്റെ ഓരോ പേര് വിളിച്ചിട്ട് ജീവിതത്തിൽ ഉപയോഗിക്കുക. ദുആ, യാ അഹദ് യാ സമദ്, എന്റെ ഹൃദയം നിന്നിൽ മാത്രം ഉറപ്പിക്കണമെന്ന് ദുആ ചെയ്യാം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എനിക്ക് അള്ളാഹു മാത്രം മതിയാവുന്ന ഹൃദയത്തിൽ ഓർപ്പിക്കാം. ഇനി നമുക്ക് ഖുൽ ഹുവല്ലാഹുവിന്റെ അർത്ഥം, അത് ആ ഒരു സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണവും നോക്കാം. സൂറത്ത് മക്കിയാണ് എന്നാണ് പറയുന്നത്. അവതരണ ക്രമം 4 ആയത്തുകളാണുള്ളത്. ഇഖ്ലാസ് സൂറത്തിനുള്ള ഒരു പ്രത്യേകത ഉണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള ഒരു സൂറത്താണ് ഇത്. തൗഹീദിന്റെ തനിമ അഥവാ തനി തൗഹീദാണ് ഇതിൽ പറയുന്നത്. മറ്റു ഖുർആൻ സൂറത്തുകൾക്ക് പൊതുവിൽ നിശ്ചയിക്കപ്പെട്ട പേരുകൾ അവയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും പദങ്ങളാണ്. എന്നാൽ ഇഖ്ലാസ് എന്ന പദം ഈ സൂറത്തിൽ എവിടെയും വന്നിട്ടില്ല. ഈ സൂറത്ത് മനസ്സിലാക്കി അതിലെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ശിർക്കിൽ നിന്ന് മുക്തരാവാൻ കഴിയും എന്ന നിലക്കാണ് ഇതിന് അൽ ഇഖ്ലാസ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിശ്വസിച്ചാലേ നമുക്ക് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് അൽ ഇഖ്ലാസ് എന്ന് ഈ ഒരു സൂറത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഇത് മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം ഇതിന്റെ അവതരണ കാരണം സംബന്ധിച്ച് ഒരുപാട് നിവേദനങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാല് ഓരോ തവണ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമുസ്ലിങ്ങളായവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവര് ഓരോരുത്തരും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. നിന്റെ ദൈവം ഏത് അഹ്ലി ആണ്, ഏത് കുടുംബാണ്, ഏത് തറവാട്ടുകാരനാണ്, അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഈ ഖുൽ ഹുവല്ലാഹു ഓതി കൊടുക്കാനാണ് അറിയിക്കുന്നത്. അപ്പം അതുപോലെ ചിലര് ചോദിക്കും, നിന്റെ ദൈവത്തിന്റെ വരും തലമുറ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര മക്കളുണ്ട്, ഭാര്യ ഉണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു അതുവരെ. ദേവന്മാര് അല്ലെങ്കിൽ അവർക്ക് മക്കളുണ്ട്, അവര് വീണ്ടും മക്കളായിട്ട് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കുടുംബമായിട്ട് കഴിയുന്നവരാണ്. ഇങ്ങനത്തെ കുറെ ചിന്താഗതികളായിരുന്നു ഇസ്ലാമിന്റെ മുമ്പുള്ള ആളുകൾ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹിനെ പറ്റി പറയുമ്പോ ഈ ഏത് അള്ളാഹിനെയാണ് പറയുന്നത്? അവർക്ക് ഒരുപാട് ഇലാഹുകളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഏതിനെ പറ്റിയാണ് പറയുന്നത്? നിന്റെ ദൈവത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? സ്വർണം കൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, ഈയം കൊണ്ടാണോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങള്. ഏത് വംശക്കാരനാണ്, ഏത് ഗോത്രക്കാരനാണ്? ഇങ്ങനെ ഓരോ തവണയും പോയി പറയുമ്പോൾ ഓരോരുത്തർക്കും ഉള്ള സംശയങ്ങള്, ചില അറബികൾക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംശയങ്ങളായിരുന്നു ഇത്. ഇതിനൊക്കെ ഉത്തരമായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്ത ഒരു സൂറത്താണ്. നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹിന്റെ പ്രത്യേകത അള്ളാഹു അറിയിച്ചു കൊടുക്കണേ. അള്ളാഹു ഒരുവനാണ്, അള്ളാഹു സമദ്. അള്ളാഹുവിനെ ആരും ആശ്രയിക്കുന്നില്ല, എല്ലാരും അള്ളാഹിനാണ് ആശ്രയിക്കുന്നത്. ലം യലിദ് വലം യൂലദ്, അള്ളാഹ്ക്ക് കുടുംബക്കാരില്ല, കൂട്ടക്കാരില്ല, മക്കളില്ല. അള്ളാഹ് ജനിച്ചിട്ടുമില്ല, അള്ളാഹിനാരും ജനിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ജനിപ്പിക്കും വേണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും മരിക്കും എന്നുള്ളവർക്കാണ് ജനനം വരുന്നത്. അള്ളാഹു ജനിക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹുവിന് മരണവുമില്ല.
അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലം യലിദ് വലം യൂലദ്. അള്ളാഹു ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹു കാലാകാലം നിലനിൽക്കുന്നതാണ്. അതുപോലെ ഈ അള്ളാഹു സമദ്, എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. അള്ളാഹുവിനെ എല്ലാവരും ആശ്രയിക്കുന്നു എന്ന് പറയണമെങ്കിൽ എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും അള്ളാഹിനെ ആശ്രയിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് എല്ലാ കാര്യവും കഴിയണം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് അള്ളാഹ്ക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ അവർക്ക് ആശ്രയിക്കാൻ കഴിയൂലല്ലോ. അപ്പം മനസ്സിലാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് കാര്യത്തിനും അള്ളാഹ്ക്ക് കഴിവുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആരും ഇല്ല. അതുവരെ ഉള്ളവരുടെ വിശ്വാസം ഒരുപാട് ദൈവങ്ങൾ, ഒരുപാട് ദേവന്മാര്, ദേവിമാര് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ചില ചില അറബികള് അള്ളാഹ്ക്ക് അള്ളാന്റെ പുത്രിമാരാണ് മലായിക്കത്തീങ്ങളെ മാലാകമാരാക്കി മാറ്റിയത്. മലക്കുകളെ അള്ളാന്റെ പുത്രിമാരാക്കി മാറ്റിയിരുന്നു. അതേപോലെ ചിലര് അള്ളാഹുവിന് മക്കളെ പുത്രനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെയും തെറ്റാണ് എന്നുള്ളതാണ് ഈ ഒരു സൂറത്തിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹിന്റെ സ്വഭാവം എന്താണ്, അള്ളാഹു എങ്ങനെയുള്ളതാണ്, ഇനി നമ്മളോടും ആരെങ്കിലും നിങ്ങൾ അള്ളാഹു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സ്വന്തമായിട്ട് ആശ്രയിക്കുന്ന ആളാണ്. വേറെ ആരും അള്ളാഹു വേറെ ആരെയും ആശ്രയിക്കുന്നില്ല. എല്ലാവരും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കും പറയാൻ കഴിയണം. പിന്നെ ഒരു കഥ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയം ഒരു സംരംഭത്തിന്റെ നായകനായിട്ട് ഒരു സഹാബിയെ നിയോഗിച്ചു. എല്ലാ നമസ്കാരത്തിലും സ്ഥിരമായിട്ട് ഖുൽ ഹുവല്ലാഹു ഓതി ഖുർആൻ പാരായണം അവസാനിപ്പിക്കുന്ന രീതിയാണ് സഹാബത്ത് സ്വീകരിച്ചത്. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഈ നടപടിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അത് പ്രകാരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ റഹ്മാന്റെ, അതായത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഗുണങ്ങൾ വർണ്ണിച്ചിരിക്കുന്നു. അതിനാൽ അതിന്റെ പാരായണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹിന്റെ ഗുണങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എനിക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓതാന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അദ്ദേഹത്തോട് പറയൂ, പരമോന്നതനായ അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ നമ്മളും ഈ ഇഖ്ലാസ് സൂറത്തിനെ സ്നേഹിച്ച അള്ളാഹു നമ്മെ സ്നേഹിക്കും. അതുപോലെ അൻസാരികളിൽ ഒരാൾ മസ്ജിദ് ഖുബായിൽ നമസ്കരിക്കുകയായിരുന്നു. ഓരോ റക്അത്തിലും ആദ്യം ഖുൽ ഹുവല്ലാഹുവും കൂടെ മറ്റേതെങ്കിലും സൂറത്തും ഓതുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഖുൽ ഹുവല്ലാഹു ഓതിയിട്ട് അത് പോരെന്ന് വിചാരിച്ച് അതിന്റെ കൂടെ മറ്റൊരു സൂറത്തും കൂടി ചേർക്കുക, അത് ശരിയല്ല. ഒന്നെങ്കിൽ അത് മാത്രം ഓതുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി മറ്റേതെങ്കിലും സൂറത്ത് ഓതണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ നിങ്ങൾക്ക് നമസ്കരിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇമാമത്ത് ഒഴിവാക്കിക്കൊള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് വേറെ മറ്റൊരാളെ ഇമാമായി നിശ്ചയിക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ഒടുവിൽ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. നബി തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരുടെ അഭിപ്രായം സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്താണ് മടി, എന്താ തടസ്സം? എല്ലാ റക്അത്തിലും ഈ സൂറ പാരായണം ചെയ്യാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം ബോധിപ്പിച്ചു, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്. നബി തിരുമേനി പറഞ്ഞു, അതിനോടുള്ള നിങ്ങളുടെ പ്രേമം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പം
ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖുൽഹുവല്ലാഹുവിന്റെ പവർ എത്രത്തോളമാണ് എന്നുള്ളത്. നമ്മൾ അതിനെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഖുൽഹുവല്ലാഹുവിനെ മുറുകെ പിടിച്ചാൽ തന്നെ നമ്മുടെ തൗഹീദ് എത്രത്തോളം ശക്തമാവും എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഓരോ ആയത്തുകളെയും അർത്ഥം, തഫ്സീർ നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, നബിയെ പറയുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. കാരണം മറ്റുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്റെ റബ്ബ് എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇലാഹ എങ്ങനെയാണ്, എന്താ, ഏതാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ പറയുക, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകുന്നു. ഇത് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണെങ്കിലും ഇപ്പൊ നമ്മളും, നബിന്റെ ഉമ്മത്തായ നമ്മളും ഇത് തന്നെയാണ് മറ്റുള്ളവരോട് പറയുന്നത്. എന്താണ് അള്ളാഹു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഏകനാവുന്നു. അള്ളാഹു അല്ലാതെ ഇലാഹായിട്ട് മറ്റാരും ഇല്ല. നിങ്ങൾ മറ്റെല്ലാ ആരാധ്യരെയും ഉപേക്ഷിച്ച് പുതിയ ഒരു ദൈവത്തെ ആരാധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അള്ളാഹു എന്ന പേരിൽ അറിയപ്പെടുന്ന അതെ യഥാർത്ഥ ദൈവത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അറബികൾക്ക് അന്യമായ ഒരു പദമായിരുന്നില്ല. പൗരാണിക കാലം മുതലേ അവർ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിക്കാൻ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റ് ആരാധ്യരെ ഒന്നും അവർ ഈ പദം കൊണ്ട് വ്യവഹരിച്ചിരുന്നില്ല. ഇലാഹ് എന്ന പദം കൊണ്ടാണ് ഇതര ദൈവങ്ങളെ വിളിച്ചിരുന്നത്. അള്ളാഹുന്ന് ഒരു പദം അള്ളാഹു എന്നുള്ള അറബികൾ വിളിച്ചിരുന്നെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഇലാഹ് എന്ന പദം കൊണ്ടാണ് ദൈവങ്ങളെ വിളിച്ചിരുന്നത്. കൂടാതെ അള്ളാഹുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന വിശ്വാസം അബ്രഹത്തിന്റെ കഅബ ആക്രമണവേളയിൽ ശരിക്കും പ്രകടമായതാണല്ലോ. കഅബയിൽ 360 ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ആപത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അവർ അള്ളാഹുവിനോട് മാത്രമായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അത്തരം സന്നിഗ്ധഘട്ടങ്ങളിൽ തങ്ങളെ സഹായിക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരു ദൈവത്തിനും കഴിയില്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ അവർ ശരിക്കും അറിഞ്ഞിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഅബയെ അവർ വിളിച്ചിരുന്നതാവട്ടെ ബഹുദൈവങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ദൈവങ്ങളുടെ ആലയം എന്നായിരുന്നില്ല, മറിച്ച് അള്ളാഹുലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ മന്ദിരം എന്നായിരുന്നു കഅബ ഷരീഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ബഹുദൈവ വിശ്വാസികൾക്കുണ്ടായിരുന്ന സങ്കല്പം എന്തായിരുന്നെന്ന് ഖുർആൻ പലയിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇതാണ്. അവരെ സൃഷ്ടിച്ചത് ആരെന്ന് നീ ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന്. അസുഹ്റൂഫ് 57-ാമത്തെ ആയത്ത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്നും സൂര്യചന്ദ്രന്മാരെ അധീനപ്പെടുത്തി വെച്ചതാരെന്നും ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണെന്ന്. ആകാശത്ത് നിന്ന് ജലം വർഷിക്കുന്നതും അതുവഴി മൃതമായ ഭൂമിയിൽ ജീവൻ ഇട്ടിരിക്കുന്നതും ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണെന്ന്. അൽ അൻകബൂത്ത് 61 മുതൽ 53 വരെയുള്ള ആയത്ത്. അവരോട് ചോദിച്ചു നോക്കുക, ഈ ഭൂമിയും അതിലുള്ളവരൊക്കെയും ആരുടേതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുന്നു. അള്ളാഹുവിൻ്റെതെന്നായിരിക്കും അവർ പറയുക. സപ്തവാനങ്ങളുടെയും മഹിത സിംഹാസനത്തിന്റെയും ഉടമയാരെന്ന് ചോദിച്ചു നോക്കുക. അള്ളാഹു എന്ന് തന്നെയായിരിക്കും അവർ പറയുക. അവരോട് ചോദിക്കുക, നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ, സകല വസ്തുക്കളുടെയും അധികാരമാർക്കാണ്. എല്ലാവർക്കും അഭയം നൽകുന്നവനും തനിക്കെതിരെ ആരാലും ആർക്കും അഭയം നൽകാത്തവനും ആരാകുന്നു? തീർച്ചയായും അവർ പറയും അതൊക്കെ അള്ളാഹു ആണെന്ന്. അൽ മുഅ്മിനൂൻ 84 മുതൽ 89-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തിന്റെ അർത്ഥാണ് ഈ വായിച്ചത്. ഈ സൂക്തങ്ങൾ, ഈ ആയത്തുകൾ മുന്നിൽ വെച്ചിട്ട് ചിന്തിച്ചു നോക്കുക. നിങ്ങളെ റബ്ബ് ആരാണെന്ന്, എങ്ങനെയുള്ളവനാണെന്ന് ജനങ്ങളെ ചോദിച്ചതിന് അവൻ അള്ളാഹു ആവുന്നു എന്ന് ഉത്തരം പറയുമ്പോൾ ആ മറുപടിയിൽ നിന്ന് സ്വയം വെളിപ്പെടുന്ന ആശയം ഇതാണ്. ഈ അണ്ടകടാഹത്തിന്റെ സൃഷ്ടാവും ഉടമയും അന്നദാതാവും ആസൂത്രകനുമായി നിങ്ങൾ വിശ്വസിക്കുന്നത് ആരെയാണോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റെല്ലാ ദൈവങ്ങളെയും വിളിഞ്ഞ് നിങ്ങൾ സഹായത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അവൻ തന്നെയാകുന്നു എന്റെ റബ്ബ്. അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ മറുപടിയിലൂടെ അള്ളാഹുവിന്റെ പൂർണ്ണതയുടെ ഗുണങ്ങളെല്ലാം പ്രകാശിതമാവുന്നുണ്ട്. പ്രപഞ്ചത്തിന് ഉണ്മയേകിയവൻ, അതിന്റെ സംവിധായകൻ, അതിന്റെ നടപടികൾ ആസൂത്രണം ചെയ്യുന്നവൻ, അതിലുള്ള സകല സൃഷ്ടികൾക്കും ആവശ്യമായ വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നവൻ, ആപത്ഘട്ടങ്ങളിൽ തന്റെ ദാസന്മാരെ സഹായിക്കുന്നവൻ എന്നീ ഗുണങ്ങളെല്ലാം അവനുള്ളതാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നിരിക്കെ അവൻ നിർജീവനോ കാഴ്ചയും കേൾവിയും ഇല്ലാത്തവനോ അധികാരരഹിതനോ അജ്ഞനോ യുക്തിഹീനനോ ദയാശൂന്യനോ ഔദാര്യമില്ലാത്തവനോ അതിജീവിക്കപ്പെടുന്നവനോ ആയിരിക്കുക എന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ്. അറബി വ്യാകരണ നിയമങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന വാക്യത്തിന് പലവിധ ഘടനകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയിൽ നമ്മുടെ വീക്ഷണത്തിൽ ഈ സന്ദർഭത്തോട് ഏറ്റവും ഇണങ്ങുന്ന ആശയം ഇപ്രകാരമാകുന്നു: ഏതൊരുവനെ കുറിച്ചാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, അവൻ അള്ളാഹു ആകുന്നു, ഏകനാകുന്നു. മറ്റൊരാശയം ഇങ്ങനെയുമാകാം: ആ അള്ളാഹു ഏകനാകുന്നു. ഇവിടെ ആദ്യമായി ഗ്രഹിച്ചിരിക്കേണ്ട ഒരു സംഗതി ഇതാണ്: ഈ വാക്യത്തിൽ അള്ളാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചത് അറബി ഭാഷയിൽ ഈ പദത്തിന്റെ അസാധാരണമായ പ്രയോഗമാണ്. ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് അറബി ഭാഷയിൽ ഈ പദം ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ വിശേഷണമായി ഉപയോഗിച്ചതിന് ഉദാഹരണം കാണുകയില്ല. അഹദ് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം ഉള്ളതാണ്. ഖുർആന്റെ അവതരണ ശേഷം ഈ പദം ദൈവസത്തയുടെ ഗുണനാമമായി ഉപയോഗിച്ചു പോകുന്നു. ഇത് മറ്റാരുടെയും വിശേഷണമായിട്ട് ഉപയോഗിക്കാറില്ല. സാധാരണ രീതിയിലുള്ള ഈ ഭാഷാപ്രയോഗം തന്നെ ഏകത്വവും ഏകനായിരിക്കലും അള്ളാഹുവിന്റെ മാത്രം ഗുണമാണെന്ന് വ്യക്തമാക്കുന്നു. ഉണ്മകളിൽ മറ്റൊന്നും തന്നെ ഈ ഗുണത്താൽ വിശേഷിപ്പിക്കപ്പെടാറില്ല. ഇനി ബഹുദൈവ വിശ്വാസികളും വേദവിശ്വാസികളും പ്രവാചകനോട് അദ്ദേഹത്തിന്റെ റബ്ബിനെ കുറിച്ച് ഉന്നയിച്ച ചോദ്യങ്ങൾ മുന്നിൽ വെച്ച് ചിന്തിച്ചു നോക്കാം. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു എന്ന് പ്രഖ്യാപിച്ച ശേഷം അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തിരിക്കുകയാണ്. ഒന്നാമതായി അതിന്റെ അർത്ഥം ഇതാണ്: അവൻ മാത്രമാണ് ഏക റബ്ബ്, മറ്റാർക്കും റുബൂബിയ്യത്തിൽ പങ്കില്ല. ആരാധ്യൻ, ഉടമസ്ഥനും പരിപാലകനുമായ റബ്ബ് മാത്രമായതിനാൽ ദിവ്യത്വത്തിലും അവന് പങ്കാളികൾ ആരുമില്ല. രണ്ടാമതായി അതിന് ഇങ്ങനെ അർത്ഥമുണ്ട്: അവൻ മാത്രമാണ് പ്രപഞ്ച സൃഷ്ടാവ്. സൃഷ്ടികർമ്മത്തിൽ അവൻ ഒരു പങ്കുകാരനുമില്ല. അവൻ ഒരുവനാണ്, രാജാതിരാജനും ലോകവിധാതാവും നിയന്താവും തന്റെ സൃഷ്ടികളുടെ അന്നദാതാവും ആവൽ സന്ധികളിൽ തുണയരുളുന്നവനുമാണവൻ, ആവലാദികൾ കേൾക്കുന്നവൻ. അള്ളാഹുവിൻ്റെതെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഈ ദിവകാരണങ്ങളിലൊന്നും മറ്റാർക്കും ഒരു പങ്കുമില്ല. മൂന്നാമതായി അവൻ എന്തിൽ നിന്നുണ്ടായവനാണെന്നും അവന്റെ വംശം ഏതാണെന്നും വർഗം ഏതാണെന്നും ആരാണ് അവനെ ഈ ലോകത്തിൽ അവകാശിയാക്കിയതെന്നും അവനു ശേഷം അതിന്റെ അവകാശിയായിരിക്കുന്നത് ആരായിരിക്കുമെന്നും കൂടി അവർ ചോദിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയും അള്ളാഹുവിനെ അഹദ് എന്ന് വിശേഷിപ്പിച്ചതിലൂടെ നൽകിയിരിക്കുകയാണ്. അതിന്റെ താല്പര്യം ഇതാണ്: എന്നെന്നും ഉണ്ടായിരിക്കുന്നവനും എന്നെന്നും ഉണ്ടായിരുന്നവനും ആയ ഏക ദൈവമാണ്. അവന്റെ മുമ്പ് ഒരു ദൈവം ഉണ്ടായില്ല, അവന് ശേഷവും ഒരു ദൈവം ഉണ്ടാവൂല. ദൈവങ്ങളുടെ ഒരു വംശമോ വർഗമോ ഇല്ല. അള്ളാഹുവിന് ഒരു വർഗമോ വംശം ഒന്നുമില്ല. അള്ളാഹുവിന്റെ മുമ്പേ വേറൊരു ഇലാഹുമില്ല, അള്ളാഹുവിന് ശേഷം വേറൊരു ഇലാഹുമില്ല. അതുകൊണ്ട് അള്ളാഹു ഏതെങ്കിലും വർഗത്തിലോ വംശത്തിലോ അംഗമാവുന്ന പ്രശ്നമില്ല. അവൻ ഒറ്റ ഒരു ഇലാഹാണ്. അവന്റെ സ്വത്ത് വേറെ ഒന്നാണ്, വെറും ഒന്നല്ല, ഒരേ ഒന്നാണ്, ഒറ്റ ഒന്നാണ്. അതിൽ ഒരു തരത്തിലുള്ള ബഹുത്വത്തിനും പഴുതില്ല. അവൻ ഘടകങ്ങളാൽ വിഘടിപ്പിക്കപ്പെട്ട ഉണ്മയല്ല. അതിനാൽ അവൻ അഭേദ്യനോ അഖണ്ഡനോ അവിഭാജ്യനുമാകുന്നു. എന്ന് വെച്ചാല് നമുക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പം അള്ളാഹു ഒരുവനാണ്. അള്ളാഹുവിൽ ഇനി ആരും ചേർക്കാനില്ല. അള്ളാഹുക്ക് ഇനി എല്ലാവിധ കഴിവുകളും ഉണ്ട്. അള്ളാഹുവിന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാത്തിനും അള്ളാഹു മതി എന്നുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരണം. അള്ളാഹു സമദ് എന്ന
അടുത്ത ആയത്താണ് അള്ളാഹു സമദ്. അള്ളാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനുമാണ്. സമദ് എന്ന പദമാണ് ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാദ്, മീമ്, ദാല് എന്നീ അക്ഷരങ്ങളാണ് അതിന്റെ ധാതു. അറബി ഭാഷയിൽ ഈ ധാതുവിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള പദങ്ങൾ പരിശോധിച്ച് നോക്കിയതിൽ അറിയാം ഇതിന്റെ അർത്ഥം എന്തുമാത്രം വിപുലമാണെന്ന്. അസ്വമത് ലക്ഷ്യമാക്കുക, വളരെ ഗംഭീരമായ, ഉന്നത സ്ഥാനം, ഉന്നത തലം, പോരാട്ടത്തിൽ വിശപ്പും ദാഹവും മേശാത്തവൻ, ആവശ്യങ്ങൾക്ക് അവലംബിക്കപ്പെടുന്ന നായകൻ. അസ്വമത് ഓരോന്നിന്റെയും ഉയർന്ന ഭാഗം, തനിക്കുപരി മറ്റാരുമില്ലാത്ത ഉന്നതൻ, അനുസരിക്കപ്പെടുന്ന നേതാവ്, ആവശ്യക്കാരുടെ അന്തിമ അവലംബമായ നേതാവ്, സ്ഥിരമായത്, ഉന്നത പദവി, ഉറയോ ആവരണമോ ഇല്ലാത്തതും യാതൊന്നും ഉള്ളിൽ ചേരുകയോ പുറത്തു പോവുകയോ ചെയ്യാത്തവണ്ണം ദൃഢമായതുമായ വസ്തു, പോരാട്ടത്തിൽ വിശപ്പോ ദാഹമായ ശത്തവൻ. ഇങ്ങനെയുള്ളതാണ് അസ്വമത്, സ്വമത്, അസ്വമത്. ഇതിന്റെയൊക്കെ അർത്ഥങ്ങള് ഇനി ആലോചിച്ച് നോക്കുക. മേൽവാക്യത്തിൽ അള്ളാഹു അഹദ് എന്ന് പ്രസ്താവിച്ചു, ഒരുവനാണെന്ന് പ്രസ്താവിച്ചു. ഈ വാക്യത്തിൽ അള്ളാഹു സ്വമദാണെന്നും പറഞ്ഞു. അഹദ് എന്ന പദം അള്ളാഹുവിനെ കുറിച്ച് പ്രത്യേകം ഉപയോഗപ്പെടുന്നതാണ്. പക്ഷെ സ്വമദ് ആ പദം കൊണ്ട് വേറെ ആരെയും വിശേഷിപ്പിക്കാറില്ല. സ്വമദ് എന്ന പദം സൃഷ്ടികളെ കുറിച്ചും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സമദുൻ എന്ന് പറയാതെ അള്ളാഹു സമദ് എന്ന് പറഞ്ഞത്. സൃഷ്ടി ഏതെങ്കിലും ചില പരിഗണനകളിൽ സമതായാൽ തന്നെ മറ്റു പരിഗണനകളിൽ സമതായിട്ടില്ല. എന്ന് വെച്ചാല് സൃഷ്ടികളാണെങ്കിൽ ചില കാര്യത്തിൽ നമ്മൾക്ക് ആശ്രയിക്കാൻ പറ്റും, പക്ഷെ എല്ലാ കാര്യത്തിലും ഒരാളെ ആശ്രയിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹുവിനെ എല്ലാ കാര്യത്തിലും ആശ്രയിക്കാൻ പറ്റും. ഒരു കാര്യത്തിനും ആശ്രയിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം എല്ലാം തരുന്നത് അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കും, അള്ളാഹുവിനോട് മാത്രം സഹായം തേടും. ലോകം മുഴുവൻ അവനെ ആശ്രയിക്കുന്നു, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല. സകല വസ്തുക്കളും അവയുടെ ഉണ്മക്കും നിലനിൽപ്പിനും ആവശ്യ പൂർത്തീകരണത്തിനും ബോധപൂർവമോ അല്ലാതെയോ അവന്റെ നേരെ തിരിയുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നവൻ അവൻ മാത്രമാണ്. അനശ്വരനും അനന്തനുമായിട്ടുള്ളവൻ, വിഭവദാതാവ്, ആരിൽ നിന്നും വിഭവം സ്വീകരിക്കാത്തവൻ, ഒറ്റപ്പെട്ടവൻ, വിഭജനത്തിനും വിഘടനത്തിനും ഉതകും വണ്ണം സംഘടിപ്പിക്കപ്പെട്ടവനല്ല. പ്രപഞ്ചത്തിലെങ്ങും അവന്റെ അധികാരം നിൽക്കുന്നു. അവൻ സർവോന്നതനാണ്. അതുകൊണ്ട് അവൻ വെറും സമതല്ല, അസ്വമത് ആകുന്നു. അതായത് യഥാർത്ഥത്തിൽ സർവസമ്പൂർണമായ സമതീയത്തോണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത്. ശരിക്കും പറഞ്ഞാല് നമ്മളെ അവനല്ലാതെ മറ്റൊരു ആരാധനയും ഇല്ലാതിരിക്കല് അനിവാര്യതയായി വരുന്നു. ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ശക്തിയും അധികാരവും ഇല്ലാത്ത അസ്തിത്വമൊക്കെ ബോധമുള്ള മറ്റാരും മനുഷ്യരാരും ആരാധിക്കുകയില്ലല്ലോ. അപ്പൊ നമ്മളെ അള്ളാഹു സമദ് എന്ന് പറയുമ്പം ഓർക്കുക, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നത്. അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുള്ളതുകൊണ്ട് അള്ളാഹ് പിന്നെ വേറെ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. ലം യലിദ് വലം യൂലദ്, ഞാൻ നേരത്തെ പറഞ്ഞു. അള്ളാഹ്ക്ക് ഇനി അള്ളാഹു ആരെയും ജനിപ്പിച്ചിട്ടില്ല. ഒരുപാട് ബഹുദൈവവിശ്വാസികൾ എല്ലാ കാലത്തും വെച്ച് പുലർത്തിയിരുന്ന ഒരു സങ്കല്പമാണ് മനുഷ്യർക്ക് എന്ന പോലെ ദൈവങ്ങൾക്കും ധാരാളം അംഗങ്ങളുള്ള വംശം ഉണ്ട് എന്നുള്ളത്. അവരിൽ ദാമ്പത്യവും പ്രജനനവും ശൃംഖലയൊക്കെ തുടർന്നുകൊണ്ട് വരുന്നുണ്ട്, ഇങ്ങനത്തെ അവന് സന്തതികളുണ്ട് എന്നൊക്കെ. അപ്പൊ അതൊന്നുമില്ല, അള്ളാഹു ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല എന്ന് അള്ളാഹു തന്നെ അറിയിച്ചു തന്നതാണ് നമുക്ക്. ലം യലിദ് വലം യൂലദ്, വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അള്ളാഹ്ക്ക് തുല്യനായിട്ട് ആരുമില്ല. അള്ളാഹു എല്ലാത്തിനേക്കാളും ഉപരി മുകളിലാണ്. കുഫു എന്നാണ് മൂലപദം. തുല്യൻ, സമാനൻ, സദൃശൻ എന്നൊക്കെയാണ് അർത്ഥം. വൈവാഹിക വിഷയത്തിൽ കുഫു എന്ന പദം നമ്മുടെ ഭാഷയിലും ഉപയോഗിക്കാറുണ്ട്.
അത് വധുവരന്മാർ സാമൂഹികമായി തുല്യ നിലവാരമുള്ളവരാവുക എന്നതാണ് അതിന്റെ താല്പര്യം. ഇവിടെ ഇവരുടെ സൂറത്തില് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിന് തുല്യമായി അല്ലെങ്കിൽ ഗുണങ്ങളിലും കർമ്മങ്ങളിലും അധികാരങ്ങളിലും ഒക്കെ ഏതെങ്കിലും കാര്യത്തില് അള്ളാഹുവിന് തുല്യമായിട്ട് സാദൃശ്യമുള്ള ഒരു വസ്തു പ്രപഞ്ചത്തിൽ എങ്ങും ഒരിക്കലും ഉണ്ടായിട്ടുമില്ല, ഇനിയൊട്ട് ഉണ്ടാവുമില്ല. അപ്പം നമ്മൾ ഓർക്കുക, എപ്പോഴും നമ്മളെ കുൽഹുള്ള ഓതുമ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഓടാൻ ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ കുൽഹുള്ള ഓതുമ്പം ചെറിയ സുഹൃത്താണ്, അർത്ഥം കുറച്ചേ ഉള്ളൂ. ഞാനത് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ള് ജേണൽ ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ഖുർആൻ ഹിഫ്ള് ജേണലായിട്ട് തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ അങ്ങനെയും വീഡിയോ ചെയ്യാം. അതിന് താഴെ കമന്റ് ചെയ്യട്ടോ, ജേണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണം എന്നുള്ളത്. അതുപോലെ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഉണ്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഫ്രീ ഖുർആൻ ഹിഫ്ള് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ അതിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക്, സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ല, വീട്ടിലിരുന്ന് ഖുർആൻ ഹിഫ്ളാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പം അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് കമന്റ് ബോക്സിൽ പറയാം ചേരാൻ താല്പര്യം ഉണ്ടെന്ന്. ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ജസാക്കല്ലാഹു ഖൈറൻ. ഈ ഒരു വീഡിയോ അള്ളാഹു എന്റെ ഇബാദത്തിൽ ഉൾപ്പെടുത്തിട്ട് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മാഅസ്സലാമ.